ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ വിഷുപുലരിയിൽ പൊൻകണി കണ്ട് മലയാളികൾ മിനുക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരി, പച്ചക്കറികൾ, ഫലങ്ങൾ, കണിക്കൊന്നപ്പൂവ്, പുത്തൻകോടി, സ്വർണം, നാണയം, വാൽക്കണ്ണാടി തുടങ്ങിയ മംഗളകരമായ വസ്തുക്കൾ ഒരുക്കി കണി കണ്ടാൽ ആ വർഷം ഏറ്റവും ശുഭമാകുമെന്നാണ് വിശ്വാസം. കേരളത്തിന്റെ തനത് കാർഷിക സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമാണ് വിഷുവിനുള്ളത്. വിഷുവം എന്ന പദം ലോപിച്ചുണ്ടായതാണ് വിഷു. വിഷുവിന് തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം. നാടാകെ ആഘോഷത്തിലാണ്. ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. സമൃദ്ധി നിറഞ്ഞ കാഴ്ചയിലേക്ക് കൺതുറന്ന മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ. വിഷുപ്പുലരി കാത്ത് വർണ്ണം വിതറി കണിക്കൊന്നപ്പൂക്കൾ പൂത്തുനിന്നു. നേരം പുലരും മുന്നേ കണി കാണണം എന്നാണ് വിശ്വാസം. അതിനായി ഊട്ടുരുളിൽ ഒരുക്കിയ സമൃദ്ധിയുടെ കാഴ്ച കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയുമെല്ലാം ഒരുക്കിയിരുന്നു. കാർഷികോത്സവമാണ് മലയാളിക്ക് വിഷു. ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന പൂജാതി കർമ്മങ്ങളിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. വിവിധ പൂജാകർമ്മങ്ങളാണ് ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ നടന്നത്. അടിമാലി ശാന്തഗിരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി അജിത് മഠത്തമുറി നേതൃത്വം നൽകി. വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കർഷക ഓർമ്മ പുതുക്കിക്കൊണ്ട് കാർഷിക വിളകളുടെ സമൃദ്ധിയിൽ നിന്നും കിട്ടുന്ന ഫലമൂലാദികൾ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സുദിനം കൂടിയാണ് വിഷു. നരകാസുര നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തിരിച്ച് ദ്വാരകയിലേക്ക് എഴുന്നള്ളുന്ന സമയം എല്ലാവരും ദീപങ്ങൾ കത്തിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ ആഘോഷിച്ചതായിട്ടും ഒരു ഐതിഹ്യം പറയുന്നു. നല്ല നാളയിലേക്ക് ഐശ്വര്യത്തിന്റെ കണി കണ്ടുണർന്നാണ് മലയാളികൾ വിഷു ആഘോഷം ഗംഗമമാക്കുന്നത്. കുഞ്ഞുകൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം, പടക്കവും പൂത്തിരിയും അടക്കം വീട്ടുമുറ്റങ്ങളെ വർണ്ണാഭമാക്കി വിഷു അടിപൊളിയാക്കുകയാണ് ലോകത്തെ മലയാളികളെല്ലാം. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.